രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങളിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുമ്പോഴും സമാനമായ പരാതികളിൽ സിപിഎം സ്വീകരിച്ചത് വ്യത്യസ്തമായ സമീപനമാണ്. ഉന്നത നേതാക്കൾക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികൾ മുതൽ സാമ്പത്തിക ആരോപണങ്ങൾ വരെ സമീപകാലത്ത് സിപിഎം കൈകാര്യം ചെയ്തത് നീതിന്യായ സംവിധാനങ്ങൾക്ക് പുറത്താണ്. എന്റെ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നിലപാടെടുക്കുന്ന ഒരു കേരളത്തിൽ ഒരു പാർട്ടിയും എടുക്കില്ല. അറിയോ, ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയും കൂടിയാണ്, പോലീസ് സ്റ്റേഷനുമാണ്. ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമൊന്നും ഒരു കുറവുമില്ല. പരാതി കിട്ടുന്നത് പാർട്ടി നേതൃത്വത്തിനെങ്കിൽ പോലീസിന് കൈമാറുന്ന പതിവുമില്ല. പാർട്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. മൊഴിയെടുപ്പും തെളിവെടുപ്പുമെല്ലാം പാർട്ടി സംവിധാനത്തിനകത്താണ്. ചില ഘട്ടങ്ങളിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തും. ആരോപണം കെട്ടടങ്ങുമ്പോൾ പതിയെ പിന്നെ സജീവമാകും. കണ്ണൂരിലെ പ്രബല സിപിഎം നേതാവ് പി ശശിക്കെതിരെ പരാതി ഉയർന്നത് പാർട്ടി കുടുംബത്തിൽ നിന്നാണ്. പരാതിക്കാരിൽ ഒരാൾ കോടതിയെ സമീപിക്കും വരെ പോലീസ് ചിത്രത്തിലേ ഇല്ലായിരുന്നു. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധം സിപിഎം പരാതി ഒതുക്കിയ ശേഷം പി ശശി നേരെ എത്തിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കസേരയിലേക്കാണ്. ഷൊർണൂർ എംഎൽഎ ആയിരുന്ന പി കെ ശശിക്കെതിരെ പരാതി നൽകിയത് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് എ കെ ബാലനും പി കെ ശ്രീമതിയും അന്വേഷണ കമ്മീഷൻ. പരാതിക്ക് പിന്നിൽ പാലക്കാട്ടെ വിഭാഗീയതയാണെന്നും അല്ലെന്നുമുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെ പരാതി തന്നെ മുങ്ങി. അതിനെ സംബന്ധിച്ചൊന്നും നമുക്കൊന്നും പറയാനും ആവൂല. ഇതിൻ്റെ അകത്ത് അഗ്രീവഡായിട്ടുള്ള ആൾക്കാർക്ക് നീതി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയുമായി എന്തൊക്കെയാണോ കമ്മീഷന്റെ മുമ്പിൽ കിട്ടുന്നത് അത് പരിപൂർണമായി ഉപയോഗിക്കും. താൽക്കാലിക മാറ്റി നിർത്തലിന് ശേഷം പി കെ ശശി പാർട്ടിയിൽ സജീവമായി. എല്ലാറ്റിനുമൊടുവിൽ ഇപ്പോഴും സ്റ്റേറ്റ് കാറിൽ നിന്നിറങ്ങാത്ത പി കെ ശശി ഒളിഞ്ഞും തെളിഞ്ഞും സിപിഎമ്മിനെ വെല്ലുവിളിക്കുന്നുമുണ്ട്. എന്റെ ഘടകം ഏതാണെന്ന് എനിക്കറിയില്ല, എന്നെ അറിയിച്ചിട്ടില്ല. എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല. സർക്കാർ കൊട്ടിഘോഷിച്ച ഹേമ കമ്മിറ്റി കാലത്താണ് കൊല്ലം എംഎൽഎ എം മുകേഷിനെതിരെ ഗൌരവമുള്ള വെളിപ്പെടുത്തലുണ്ടായത്. രാജി വേണ്ടെന്ന് ശഠിച്ചു സിപിഎം. ധാർമ്മിക പ്രശ്നം അനുസരിച്ച് എംഎൽഎ സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികത പ്രശ്നം അനുസരിച്ച് എംഎൽഎ സ്ഥാനം തിരിച്ചു വിട്ടുമില്ലോ കേട്ടോ. പുരോഗമന പ്രസ്ഥാനത്തിനൊപ്പം മാത്രമല്ല സ്ത്രീപക്ഷത്തെന്നും വാദിച്ച വനിതാ നേതാക്കൾക്ക് പോലും ഉത്തരം മുട്ടി. ഇടതുപാളയത്തിൽ നിന്നൊരു എതിർസ്വരത്തിന് പിന്നെ ആനി രാജ ഇറങ്ങേണ്ടി വന്നു. കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിൽ ഇരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിൽ ഇരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. ഒരിടത്തൊരുക്കിയത് കലവറയില്ലാത്ത സംരക്ഷണമാണെങ്കിൽ നിങ്ങൾ എന്നെ രോഗിയാക്കിയെന്ന് പാർട്ടി കോടതിക്കെതിരായി വിലപിച്ച CKP പത്മനാഭനെ പോലുള്ള അപവാദങ്ങൾ വേറെയുമുണ്ട്. ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അകത്തായ A പത്മകുമാറിനെതിരെ പാർട്ടി നടപടി വൈകുന്നതിൽ പോലുമുണ്ട് സിപിഎമ്മിന് തനിവഴി.